നമ്മുടെ ആ ലിങ്ക് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലൊരു പേജ് വരും. ഇവിടെ ഏറ്റവും മുകളിൽ റൈറ്റ് സൈഡിലെ 3 ലൈൻ ക്ലിക്ക് ചെയ്യുക. ഇവിടെ ലോഗിൻ എന്ന് കാണാൻ പറ്റും. ആ ലോഗിൻ സെലക്ട് ചെയ്യുക. ഇവിടെ യൂസർ നെയിം, ഇപ്പോൾ നിങ്ങളുടെ ആ ഒരു ഐ ഡി കാണാമല്ലോ, GR എന്ന് തുടങ്ങുന്നത്, മെമ്പർ ഐ ഡി. ആ മെമ്പർ ഐ ഡി യൂസർ നെയിം എന്ന ഭാഗത്ത് ടൈപ്പ് ചെയ്യുക. തൊട്ട് താഴെ നിങ്ങളുടെ പാസ്വേഡ് കൊടുക്കുക. അതിനുശേഷം ലോഗിൻ ചെയ്യുക. ഓക്കെ, എനിക്കിപ്പോൾ ഒരുപാട് ഐ ഡീസ് ഉണ്ട്. ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലൊരു പേജ് വരും. കണ്ടല്ലോ, ഇതാണ് നമ്മുടെ ഫ്രണ്ട് പേജ്. ഇവിടെ നമ്മൾ ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ ആദ്യം ചെയ്യേണ്ടത് പാസ്വേഡ് ചേഞ്ച് ചെയ്യണം. കാരണം നമ്മുടെ ക്യാഷ് മറ്റൊരു വ്യക്തിക്ക് ട്രാൻസ്ഫർ ചെയ്ത് കൊണ്ടുപോകാൻ പറ്റും. അത് ഒഴിവാക്കാനായിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ആദ്യം ജോയിൻ ചെയ്ത ഉടനെ പാസ്വേഡ് ചേഞ്ച് ചെയ്യണം. അതിനുവേണ്ടി ഏറ്റവും മുകളിൽ ലെഫ്റ്റ് സൈഡിൽ 3 ലൈൻ ക്ലിക്ക് ചെയ്യുക. ഇവിടെ 3 ലൈൻ വീണ്ടും സെലക്ട് ചെയ്യുക. ഇവിടെ പ്രൊഫൈൽ എന്ന് കാണാൻ പറ്റും. ആ പ്രൊഫൈൽ സെലക്ട് ചെയ്യുക. ഇവിടെ ചേഞ്ച് പാസ്വേഡ് എന്ന് കാണാൻ പറ്റും. ആ ചേഞ്ച് പാസ്വേഡ് സെലക്ട് ചെയ്യുക. നിങ്ങളുടെ ഓൾഡ് പാസ്വേഡ് ടൈപ്പ് ചെയ്യുക. അതിനുശേഷം ന്യൂ പാസ്വേഡ് കൊടുക്കുക. അതിനുശേഷം സബ്മിറ്റ് കൊടുക്കുക. സബ്മിറ്റ് കൊടുത്ത് കഴിയുമ്പോൾ വീണ്ടും ഈ പേജ് മാറും. 1 വരും. ഓക്കെ, അപ്പോൾ 1 ലോഗിൻ ചെയ്തതിന് ശേഷം നിങ്ങളുടെ ID നമ്പർ കൊടുക്കുക, പുതിയ പാസ്വേഡ് കൊടുക്കുക, അതിനുശേഷം ലോഗിൻ ചെയ്യുക. ഓക്കെ, അപ്പോൾ പാസ്വേഡ് ഉറപ്പായിട്ടും ചേഞ്ച് ചെയ്തിരിക്കണം. കാരണം നിങ്ങളുടെ ക്യാഷ് നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട്. പാസ്വേഡ് ചേഞ്ച് ചെയ്താൽ ക്യാഷ് നഷ്ടപ്പെടില്ല. നിങ്ങൾ പാസ്വേഡ് ചേഞ്ച് ചെയ്ത് ഇരുന്ന് കഴിഞ്ഞാൽ വേറെ ഏതെങ്കിലും ആൾക്കാർ ക്യാഷ് എടുത്തുകൊണ്ട് പോകുന്ന ശേഷം കമ്പനിയെ കുറ്റം പറയരുത്. സോ പാസ്വേഡ് ചേഞ്ച് ചെയ്ത് നിങ്ങളുടെ സൈറ്റ് നിങ്ങൾ തന്നെ സൂക്ഷിക്കുക. ഇനി നമുക്കിവിടെ എങ്ങനെ ഒരു വ്യക്തിയെ ജോയിൻ ചെയ്യിപ്പിക്കാം എന്ന് നോക്കാം. അതിനുവേണ്ടി ഏറ്റവും മുകളിൽ ഇടതുവശത്തെ 3 ലൈൻ ക്ലിക്ക് ചെയ്യുക. ഇവിടെ വീണ്ടും 3 ലൈൻ ഉണ്ടാവും. അത് സെലക്ട് ചെയ്യുക. ഇവിടെ വാലറ്റ് റിക്വസ്റ്റ് എന്നുണ്ടാവും. അത് സെലക്ട് ചെയ്യുക. ഇവിടെ പേ റിക്വസ്റ്റ് എന്ന് കാണാൻ പറ്റും. അത് സെലക്ട് ചെയ്യുക. ഇവിടെ കമ്പനിയുടെ QR കോഡ് കാണാൻ പറ്റും. ഈ QR കോഡ് വഴി ക്യാഷ് സെൻഡ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, എത്രയാണോ സെൻഡ് ചെയ്യേണ്ടത് ആ എമൗണ്ട് സെൻഡ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഈ ഒരു പേജിൽ സെലക്ട് ബാങ്ക്, ഇഷ്ടമുള്ളത് സെലക്ട് ചെയ്യുക. GPayയോ എന്തെങ്കിലും സെലക്ട് ചെയ്യാം. അതിനുശേഷം എൻ്റർ എമൗണ്ട്, നിങ്ങൾ എത്രയാണ് അയച്ചു കൊടുത്തത് ആ എമൗണ്ട് ടൈപ്പ് ചെയ്യുക. അതിനുശേഷം എൻ്റർ ട്രാൻസാക്ഷൻ UTR നമ്പർ, അതായത് നമ്മൾ ക്യാഷ് സെൻഡ് ചെയ്ത് കൊടുക്കുമ്പോൾ ഒരു 12 ഡിജിറ്റ് നമ്പർ കിട്ടും. ആ നമ്പർ ടൈപ്പ് ചെയ്യുക. അതിനുശേഷം ഇവിടെ സെലക്ട് ഡേറ്റ്, നമ്മൾ ഇന്നത്തെ ഡേറ്റും കൂടി സെലക്ട് ചെയ്യുക. സബ്മിറ്റ് കൊടുക്കുക. ഓക്കെ, സബ്മിറ്റ് കൊടുത്ത് കഴിഞ്ഞാൽ അടുത്ത പേജിൽ സെൻഡ് ടു അഡ്മിൻ എന്നൊരു പേജ് വരും. ഓക്കെ, ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇനി അടുത്ത് ചെയ്യാനുള്ളത് ഈ ഒരു പേജിൽ കമ്പനിയുടെ നമ്പറുണ്ട്, 8903223661. ഈ നമ്പറിലെ വാട്സാപ്പിലേക്ക് നമ്മുടെ ID നമ്പർ GR എന്ന് തുടങ്ങുന്ന നമ്മുടെ ID നമ്പർ സെൻഡ് ചെയ്യുക. അതിനുശേഷം പേ റിക്വസ്റ്റ് സെൻഡ് സക്സസ്ഫുള്ളി എന്നും കൂടി ടൈപ്പ് ചെയ്ത് മെസ്സേജ് അയച്ചു കൊടുക്കുക. ഓക്കെ, ഇത്രയും ചെയ്ത് കഴിയുമ്പോൾ കമ്പനി ആ മെസ്സേജ് കണ്ടതിന് ശേഷം സക്സസ് എന്നൊരു റിപ്ലൈ വരും. ഈ ഒരു റിപ്ലൈ വന്ന് കഴിഞ്ഞാൽ വീണ്ടും നമ്മൾ എന്ത് ചെയ്യണം, നമ്മുടെ സൈറ്റ് ഓപ്പൺ ചെയ്യുക. സൈറ്റ് ഓപ്പൺ ചെയ്യുക. ഇവിടെ വീണ്ടും ഏറ്റവും മുകളിൽ ഇടതുവശത്തെ 3 ലൈൻ ക്ലിക്ക് ചെയ്യുക. വീണ്ടും 3 ലൈൻ സെലക്ട് ചെയ്യുക. ഇവിടെ ടീം എന്ന് കാണാൻ പറ്റും. ഓക്കെ, ആ ടീം സെലക്ട് ചെയ്യുക. ഇവിടെ ജീനോളജി എന്ന് കാണാൻ പറ്റും. ആ ജീനോളജി സെലക്ട് ചെയ്യുക. അപ്പോൾ ഇങ്ങനെ ഒരു പേജ് കാണാൻ പറ്റും. ഇവിടെ നിങ്ങളുടെ പേര് കാണാൻ പറ്റും അല്ലേ. ഇവിടെ ഇപ്പോൾ ഇങ്ങനെ ഒരു പേജ് കാണാൻ പറ്റും. ഇവിടെ നിങ്ങളുടെ പേര് കാണാൻ പറ്റും. ലെഫ്റ്റ് ജോയിൻ, റൈറ്റ് ജോയിൻ കാണാൻ പറ്റും. ഇഷ്ടമുള്ളൊരു ജോയിൻ സെലക്ട് ചെയ്യുക. ഓക്കെ, ഇവിടെ സ്പോൺസർ ID, നിങ്ങളുടെ ID നമ്പർ തന്നെ കൊടുക്കുക. പ്ലേസ്മെൻറ്റ് ID എന്ന് പറയുമ്പോൾ നമ്മൾ എവിടെയാണ് പ്ലേസ് ചെയ്യുന്നത് ആ ID ആണ്. ചിലപ്പോൾ അത് നിങ്ങളുടെ താഴെ ആയിരിക്കും, അല്ലെങ്കിൽ വേറെ ആരുടെയെങ്കിലും താഴെ ആയിരിക്കും. അത് നോക്കേണ്ട ആവശ്യമില്ല. സ്പോൺസർ ID നിങ്ങളുടെ തന്നെ കൊടുക്കുക. എൻ്റർ എമൗണ്ട്, ഞാനിപ്പോൾ ഒരു 60 റുപ്പീസിൻ്റെ ID ക്രിയേറ്റ് ചെയ്യുന്നത്. നെയിം, ഓക്കെ, സിറ്റി ട്രിവാൻഡ്രം, ഫോൺ നമ്പർ, ഫോൺ നമ്പറും കൊടുത്തു. ഓക്കെ, ഫുൾ ഡീറ്റെയിൽസ് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ ഐ എഗ്രി ടിക്ക് ചെയ്യുക. സബ്മിറ്റ് കൊടുക്കുക. അപ്പം നെക്സ്റ്റ് വീണ്ടും ഈ ഒരു പേജ് വരും. അതായത് കൊടുത്ത ഡീറ്റെയിൽസ് ശരിയാണോ ചെക്ക് ചെയ്യാനാണ്. എല്ലാം ശരിയാണെന്നുണ്ടെങ്കിൽ വീണ്ടും സബ്മിറ്റ് കൊടുക്കുക. കുറച്ചൊന്ന് വെയിറ്റ് ചെയ്യണം. ഓക്കെ, അപ്പം നെക്സ്റ്റ് പേജിൽ യൂസർ ID യും പാസ്വേഡും അടങ്ങിയ ഒരു പേജ് വരും.
ആ ഒരു പേജ് സ്ക്രീൻഷോട്ടാക്കി നിങ്ങൾ ആരാണോ ജോയിൻ ചെയ്യിപ്പിക്കേണ്ടത് ആ വ്യക്തിക്ക് അയച്ചു കൊടുക്കുക. അതിൻ്റെ കൂടെ ആ ഒരു ലോഗിൻ ചെയ്യേണ്ട ലിങ്കും പിന്നെ ഈ ഒരു വീഡിയോയും കൂടി അയച്ചു കൊടുക്കുക. അപ്പോൾ ആ വ്യക്തിക്ക് ഫുൾ ഡീറ്റെയിൽസ് മനസ്സിലാവും. കണ്ടില്ലേ, ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഇങ്ങനെയാണ് ഒരു വ്യക്തിയെ ജോയിൻ ചെയ്യിപ്പിക്കേണ്ടത്. ഇനി നമുക്കിവിടെ അപ്ഗ്രേഡ് ചെയ്യണമല്ലോ. എങ്ങനെ അപ്ഗ്രേഡ് ചെയ്യാം അത് നോക്കാം. അതിന് ഏറ്റവും മുകളിൽ ലെഫ്റ്റ് സൈഡിൽ 3 ലൈൻ ക്ലിക്ക് ചെയ്യുക. വീണ്ടും 3 ലൈൻ സെലക്ട് ചെയ്യുക. ഇവിടെ മെമ്പർ സെൽഫ് ഐ ഡി എന്നുണ്ടാവും, അത് സെലക്ട് ചെയ്യുക. സെൽഫ് ഐ ഡി ക്രിയേറ്റ് എന്നുണ്ടാവും, അത് സെലക്ട് ചെയ്യുക. ഇവിടെ ഓൾറെഡി നമ്മുടെ ഐ ഡി നമ്പർ കാണാൻ പറ്റും. 60 റുപ്പീസ് കാണാൻ പറ്റും. 60 റുപ്പീസിൻ്റെ മൾട്ടിപ്പിളായിട്ട് മാത്രമേ ചെയ്യാൻ പറ്റൂ. ഓരോ 60 റുപ്പീസ് ചെയ്യുമ്പോഴും നമുക്കൊരു ഫ്രീ ഐ ഡി കിട്ടും. നമ്മൾ അതിൽ കയറി നോക്കേണ്ട ആവശ്യമില്ല. അതിൽ വരുന്ന ഇൻകം ഓട്ടോമാറ്റിക്കലി വന്നോളും. സോ സെൽഫ് ഐ ഡി ക്രിയേറ്റ് ചെയ്യുന്നത് നമുക്ക് ബെനിഫിറ്റ് കൂടുതലാണ്. അപ്പോൾ ഇങ്ങനൊരു പേജ് വന്ന് കഴിഞ്ഞാൽ സബ്മിറ്റ് കൊടുക്കുക ആദ്യം. അപ്പോൾ വീണ്ടും ഒരു പേജ് വരും, വീണ്ടും സബ്മിറ്റ് കൊടുക്കുക. എന്നിട്ട് കുറച്ചൊന്ന് വെയിറ്റ് ചെയ്യുക. കാരണം ഇവിടെ കുറച്ച് സമയമെടുക്കും, കുറച്ചൊന്ന് വെയിറ്റ് ചെയ്യുക. കണ്ടില്ലേ, സക്സസ്ഫുള്ളി സെൽഫ് ഐ ഡി ക്രിയേറ്റ്. ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഇതുപോലെയാണ് സെൽഫ് ഐ ഡി ക്രിയേറ്റ് ചെയ്യേണ്ടത്. ഇനി നമുക്ക് എങ്ങനെ നമ്മുടെ ബാങ്ക് ഡീറ്റെയിൽസ് കൊടുക്കാൻ നോക്കാം. അതിനുവേണ്ടി ഏറ്റവും മുകളിൽ ഇടതുവശത്തെ 3 ലൈൻ ക്ലിക്ക് ചെയ്യുക. വീണ്ടും 3 ലൈൻ സെലക്ട് ചെയ്യുക. ഇവിടെ പ്രൊഫൈൽ എന്ന് കാണാൻ പറ്റും, ആ പ്രൊഫൈൽ സെലക്ട് ചെയ്യുക. വ്യൂ എഡിറ്റ് പ്രൊഫൈൽ അത് സെലക്ട് ചെയ്യുക. ഇവിടെ ഓൾറെഡി എൻ്റെ ബാങ്ക് ഡീറ്റെയിൽസ് ഉണ്ട്. ഇവിടെ ഇത്ര ഭാഗം മാത്രം കൊടുത്താൽ മതി. ബാങ്ക് അക്കൗണ്ട് നമ്പർ, ബാങ്ക് നെയിം, അല്ല അതായത് നമ്മുടെ നെയിം, അതിനുശേഷം ബാങ്ക് നെയിം, ബ്രാഞ്ച്, IFSC കോഡ്. പാൻ കാർഡ് കൊടുക്കേണ്ട ആവശ്യമില്ല, സബ്മിറ്റ് കൊടുത്താൽ മതി. ഇങ്ങനെയാണ് ബാങ്ക് ഡീറ്റെയിൽസ് കൊടുക്കേണ്ടത്. ഇനി നമ്മുടെ മെമ്പർ സെൽഫ് ഐ ഡി ക്രിയേറ്റ് ചെയ്തിട്ട് അത് എത്ര ഐ ഡി ക്രിയേറ്റ് ചെയ്യാൻ നോക്കാൻ വേണ്ടി ആ സെൽഫ് ഐ ഡി നോക്കുക. മൈ സെൽഫ് ഐ ഡി ലിസ്റ്റ് ആ നോക്കുമ്പോൾ നമ്മൾ എത്ര സെൽഫ് ഐ ഡി ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് അതിൻ്റെ ഡീറ്റെയിൽസ് അറിയാൻ പറ്റും. കണ്ടില്ലേ, ഞാൻ ഒരുപാട് ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമ്മൾ എത്രത്തോളം ക്രിയേറ്റ് ചെയ്യുമ്പോൾ അത്രത്തോളം ബെനിഫിറ്റ് കൂടുതലാണ്, നമുക്ക് കൂടുതൽ ക്യാഷ് ഏൺ ചെയ്യാൻ പറ്റും. ഇനി നോക്കാനുള്ളത് ടീം. ഈ ടീം സെലക്ട് ചെയ്യുക. ജീനോളജി സെലക്ട് ചെയ്ത് നമുക്ക് ഒരാളെ ജോയിൻ ചെയ്യിപ്പിക്കാൻ നമ്മുടെ ആ ചാർട്ട് അറിയാൻ പറ്റും. പിന്നെ നമ്മൾ ലെഫ്റ്റ് എത്ര വന്നു, റൈറ്റ് എത്ര വന്നു നോക്കാൻ വേണ്ടി ഇവിടെ സെലക്ട് ചെയ്താൽ മതി. ഡയറക്റ്റ് റെഫർ, നമ്മൾ ഡയറക്റ്റ് എത്ര പേരെ ജോയിൻ ചെയ്യിപ്പിച്ചു അതറിയാൻ വേണ്ടി ഇത് സെലക്ട് ചെയ്താൽ മതി. മനസ്സിലായില്ലേ? അപ്പോൾ ഇങ്ങനെ നമ്മുടെ ടീമിൻ്റെ ഫുൾ സ്ട്രക്ചർ ഇവിടെ നോക്കി അറിയാൻ പറ്റും. ഞാനിപ്പോൾ ഒരുപാട് എൻ്റെ സെൽഫ് ഐ ഡിനെ ഞാൻ ഒരുപാട് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി അതുപോലെ പ്ലാൻ PDF, നമ്മുടെ ഈ ഒരു പ്ലാനുമായി ബന്ധപ്പെട്ട PDF അറിയണമെങ്കിൽ ഇത് ഇവിടെ നോക്കുമ്പോൾ അറിയാൻ പറ്റും. ഓക്കെ, അത് സെലക്ട് ചെയ്ത് ഡൗൺലോഡ് ചെയ്താൽ മതി. നമ്മുടെ പ്ലാൻ PDF അറിയാൻ പറ്റും. പിന്നെ നിങ്ങൾക്ക് ഫോട്ടോ അപ്ലോഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടെ തന്നെ ഫോട്ടോ അപ്ലോഡ് എന്നുണ്ട്, അത് സെലക്ട് ചെയ്യുക. അപ്പോൾ ഒരു പേജ് വരും. ഇവിടെ നിങ്ങളുടെ ഗ്യാലറിയിൽ നിന്നൊരു ഫോട്ടോ സെലക്ട് ചെയ്ത് അപ്ലോഡ് ചെയ്യാം. ഫോട്ടോ അപ്ലോഡ് ചെയ്യുമ്പോൾ എൻ്റെ പ്രൊഫൈൽ ഉണ്ടില്ലേ, ഇതിപ്പോൾ എൻ്റെ ഫോട്ടോ ആണ്. ഇതുപോലെ ഒരു ഫോട്ടോ കാണാൻ പറ്റും. കാണുമ്പോൾ ഒരു റിച്ച് ലുക്ക് ഫീൽ ചെയ്യും. പിന്നെ ക്യാഷ് വിഡ്രോ ചെയ്യാൻ വേണ്ടി ഏറ്റവും മുകളിൽ ലെഫ്റ്റ് സൈഡിൽ 3 ലൈൻ ക്ലിക്ക് ചെയ്യുക. വീണ്ടും 3 ലൈൻ സെലക്ട് ചെയ്യുക. ഇവിടെ ഇൻകം റിപ്പോർട്ട് എന്ന് കാണാൻ പറ്റും, ആ ഇൻകം റിപ്പോർട്ട് സെലക്ട് ചെയ്യുക. ഇവിടെ വിഡ്രോ ബാങ്ക് ട്രാൻസ്ഫർ അത് സെലക്ട് ചെയ്യുക. ഇവിടെ നമ്മൾ എമൗണ്ട് എൻട്രിന് ശേഷം സബ്മിറ്റ് കൊടുത്താൽ മതി. അതിനുശേഷം ആ MD നമ്പർ ഉണ്ടല്ലോ, ആ നമ്പറിലേക്ക് നമ്മുടെ ID നമ്പർ കൊടുത്തിട്ട് പ്ലീസ് വിഡ്രോ എന്ന് പറയുക. ഓക്കെ, വിഡ്രോ എടുക്കുമ്പോൾ 100ൻ്റെ മൾട്ടിപ്പിളായിട്ട് മാത്രമേ വിഡ്രോ എടുക്കാൻ പാടുള്ളൂ. അപ്പോൾ ഇങ്ങനെയാണ് ക്യാഷ് വിഡ്രോ ചെയ്യേണ്ടത്. പിന്നെ ഇവിടെ നമ്മുടെ ഫ്രണ്ട് പേജ് നോക്കുമ്പോൾ ഫുൾ ഡീറ്റെയിൽസ് അറിയാൻ പറ്റും. നമ്മുടെ മെമ്പർ ID, ജോയിൻ ചെയ്ത ഡേറ്റ്, പാക്കേജ്, ലെവൽ ഇൻകം, ടോട്ടൽ ഇൻകം, റഫറൽ ഇൻകം, സെൽഫ് ഐ ഡി ലിസ്റ്റ്. ഞാനിപ്പോൾ സെൽഫ് ഐ ഡി അപ്ഗ്രേഡ് ഐ ഡിയാണ് സെൽഫ് ഐ ഡി എന്ന് പറയുന്നത്. ഓക്കെ, ഞാൻ 222 സെൽഫ് ഐ ഡി അടിച്ചിട്ടുണ്ട്. അതിൽ നിന്ന് 1 രൂപ വെച്ച് വന്നാലും നേരെ എൻ്റെ ഈ മെയിൻ ഐ ഡിയിലേക്ക് വന്നോളും, ട്രാൻസ്ഫർ ചെയ്യേണ്ട ആവശ്യമില്ല. അങ്ങനെ കുറേ ബെനിഫിറ്റ് ഇവിടെയുണ്ട്. ഓക്കെ, അപ്പോൾ നന്നായിട്ട് നോക്കുക. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കുക. ഞാൻ ഒന്നും കൂടി പറയാം, നിങ്ങൾ ജോയിൻ ചെയ്ത ഉടനെ നിങ്ങളുടെ പാസ്വേഡ് ചേഞ്ച് ചെയ്തിരിക്കണം. ഓക്കെ, കാരണം ഇതിനകത്ത് ടോക്സിക്കായ കുറച്ച് ആൾക്കാരുണ്ടെങ്കിൽ ഇവന്മാർ നമ്മുടെ ID കയറി ക്യാഷ് ട്രാൻസ്ഫർ ചെയ്ത് കൊണ്ടുപോകേണ്ട സാധ്യതയുണ്ട്. സോ പാസ്വേഡ് എല്ലാവരും ചേഞ്ച് ചെയ്ത് സൂക്ഷിക്കുക.